ഇങ്ങനൊരു കാഴ്ച നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇത് എന്താണെന്ന് മനസ്സിലായവര് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട ട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയണതെന്നും പറയാൻ മറക്കണ്ട. എന്തായാലും പുതിയ തലമുറയിൽ ആരും ഇത് അങ്ങനെ കണ്ടുവരാൻ വഴിയില്ല. കാരണം ഇത് ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ ഉപയോഗമില്ല. പണ്ട് പക്ഷെ ഇത് എല്ലായിടത്തും നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ അറക്കപ്പൊടി എന്ന് പറയും. അതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വാരി നിറച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏകദേശം ഒരു 55 വർഷത്തോളം പഴക്കമുള്ള ഒരു ചായക്കടയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. എപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളവും പാലും ഒക്കെ ഒരു ചായക്കട. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫും ഒന്നുമില്ല കേട്ടോ. നല്ല പയറും അപ്പവും അതുപോലെ തന്നെ കടലയും പപ്പടവടയൊക്കെയാണ് ഉള്ളത്. അതിന് കൂട്ടായിട്ട് പുതിയ വാർത്തകളും പഴയ പാട്ടുകളും ഒക്കെ ആയിട്ട് ഒരു പഴയ റേഡിയോയും കൂടി ഉണ്ട് കേട്ടോ. അതാണ് ഈ ചായക്കടയുടെ മറ്റൊരു ഹൈലൈറ്റ്. ഏകദേശം 55 വർഷത്തോളം പഴക്കമുള്ള ഒരു ചായക്കടയിലേക്കാട്ടോ നമ്മൾ വന്നേണേ. ഇവിടെ വിറകടുപ്പ് മാത്രമേ ഉള്ളൂ, ഗ്യാസ് ഒന്നുമില്ല. അതുപോലെ തന്നെ പൊടിയടുപ്പും നല്ല ചമ്മന്തി ഒഴിച്ച അപ്പവും പയറും പപ്പടവടയും ആ ചായയും അതുപോലെ തന്നെ കടലയാണെങ്കിലും അടിപൊളി കോമ്പിനേഷൻ ഉണ്ടോ. ഒരു ദിവസം രാവിലെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി നാടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. രാവിലെ പൊറോട്ടയും ബീഫൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 40 വയസ്സിന് മുകളിലേക്കുള്ള ഒരു കൂടിച്ചേരലും ഒത്തുകൂടലും സംസാരങ്ങളും കളികളും തമാശകളും ഒക്കെ ഉണ്ടോ. പക്ഷേ വൈകിട്ട് ആയിക്കഴിഞ്ഞാൽ 2K കിഡ്സും 90 കിഡ്സും എല്ലാ ടൈപ്പിലുള്ള ആളുകളുണ്ട്. 8 രൂപയുടെ നല്ല ചായയും അതുപോലെ തന്നെ കടികളും കിട്ടും കേട്ടോ. പരിപ്പോടെയും ഉള്ളിവടയും അതുപോലെ തന്നെ ബോണ്ടയൊക്കെ ആയിട്ട് ലൈവായിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുന്ന പല കടികളും ഇവിടെ വൈകിട്ടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവും കേട്ടോ. ഇനി ആദ്യം കാണിച്ചത് എന്താണെന്ന് പറയാം. ഈ ഒരു അടുപ്പാണ് നമ്മുടെ നാട്ടിലൊക്കെ നേരത്തെ മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ അടുപ്പുകളിൽ ഒരു അടുപ്പാണ് കേട്ടോ. അപ്പം ഇനി നിങ്ങളിത് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ വരാമെന്ന് നോക്കാം. ആലുവ മൂന്നാർ റൂട്ടിൽ ആലുവയെന്ന് വരുമ്പോൾ നെല്ലിക്കുഴിക്ക് മുമ്പായിട്ട് ഇരുമലപ്പടി ഉണ്ട്. ഇരുമലപ്പടിയിൽ നിന്ന് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ എത്തുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് ചായക്കട കാണാം. ഏറ്റവും ആദ്യത്തെ ജംഗ്ഷൻ കേട്ടോ. കുറ്റിലഞ്ഞി സർവീസ് സഹകരണ ബാങ്കിന്റെ ലൊക്കേഷൻ ഇട്ടാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട.